മനുഷ്യൻ കാലങ്ങളായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നത്? മറ്റുള്ളവർ എത്ര പരിശ്രമിച്ചാലും പരാജയപ്പെടുന്നത്? ചിലർക്ക് സമ്പത്ത്, ആരോഗ്യം, സന്തോഷം, നല്ല ബന്ധങ്ങൾ എല്ലാം സ്വാഭാവികമായി ജീവിതത്തിലേക്ക് വരുന്നത് പോലെ തോന്നും. മറ്റു ചിലർക്ക് കഠിനാധ്വാനമുണ്ടെങ്കിലും നിരാശയാണ് അനുഭവം. ദ സീക്രട്ട് എന്ന പുസ്തകം ഈ വ്യത്യാസത്തിന്റെ കാരണം അന്വേഷിക്കുന്നു. ഈ അറിവ് മനുഷ്യരാശിക്ക് പുതിയതല്ല, എന്നാൽ കാലക്രമേണ മറന്നുപോയതാണ്. ഈ രഹസ്യം പുരാതന ഗ്രന്ഥങ്ങളിൽ, മതപാഠങ്ങളിൽ, ദർശനങ്ങളിൽ, വിജയികളുടെ ജീവിതങ്ങളിൽ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. അതൊരിക്കലും ലളിതമായി നേരിട്ട് സാധാരണ മനുഷ്യർക്കായി പറഞ്ഞിരുന്നില്ല. ആ രഹസ്യമാണ് ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ദ സീക്രട്ട്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. ഈ അധ്യായം മനുഷ്യരാശി നൂറ്റാണ്ടുകളായി അറിഞ്ഞിരുന്നെങ്കിലും മറന്നുപോയ ഒരു ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് വളരെ ലളിതമാണ്. സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങളായി മാറുന്നു, വികാരങ്ങൾ ഊർജമായി മാറുന്നു. ആ ഊർജം സമാന സംഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നല്ല ചിന്തകൾ നല്ല ഫലം ആകർഷിക്കുന്നു, നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലം ആകർഷിക്കുന്നു. മനുഷ്യ മനസ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. നിങ്ങൾ ഭയം, കുറവ്, പരാജയം എന്നിവ പ്രസരിപ്പിച്ചാൽ അതേ തരത്തിലുള്ള അനുഭവങ്ങൾ തിരികെ ലഭിക്കും. ആത്മവിശ്വാസം, സമൃദ്ധി, നന്ദി എന്നിവ പ്രസരിപ്പിച്ചാൽ അതേ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരും. മിക്ക ആളുകളും തങ്ങൾക്ക് വേണ്ടതിനേക്കാൾ തങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എനിക്ക് കടം കൂടുമോ? എനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമോ? എനിക്ക് അസുഖം വരുമോ? ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ അതിലേക്കുള്ള ആകർഷണം സൃഷ്ടിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുന്നതിൻ്റെ പ്രതികരണമാണ്. ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മളിലേക്ക് വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സ്രഷ്ടാവ് ഞാൻ തന്നെയാണ്. ഇത് ചിലരെ ഭയപ്പെടുത്തും, ചിലരെ ശക്തരാക്കും. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു? നിങ്ങൾ പരാതി പറയുന്നുണ്ടോ? നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ? ചിന്തകളെ നിയന്ത്രിക്കാതെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ പഴയ ചിന്തകളുടെ ഫലമാണ്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകളിൽ നിന്നാണ് ജനിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയും മുന്നറിയിപ്പുമാണ്. സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ: ഞാനിപ്പോൾ ആകർഷിക്കുന്നത് എന്താണ്? എൻ്റെ ചിന്തകൾ എന്നെ ഉയർത്തുന്നുണ്ടോ അതോ താഴ്ത്തുന്നുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൻ്റെ മാസ്റ്ററാണോ അതോ അടിമയാണോ? നിങ്ങൾ മാറ്റേണ്ടത് ലോകമല്ല, നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ചിന്തകളാണ്. 2. ദ സീക്രട്ട് മെയ്ഡ് സിമ്പിൾ. രഹസ്യം ലളിതമായി. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ 3 ലളിത ഘട്ടങ്ങളായി മാറ്റാം. ആസ്ക്, ബിലീവ്, റിസീവ്. ജീവിതത്തിലെ ഏത് ലക്ഷ്യവും, പണം, ആരോഗ്യം, ജോലി, ബന്ധങ്ങൾ, ആത്മവിശ്വാസം, ഇതെല്ലാം ഈ 3 ഘട്ടങ്ങൾ ശരിയായി പ്രയോഗിച്ചാൽ ലഭ്യമാകുമെന്ന് ഈ അധ്യായം പറയുന്നു. ഘട്ടം 1. ആസ്ക്, ആഗ്രഹിക്കുക. ആസ്ക് എന്നാൽ വെറുതെ എനിക്ക് വേണമെന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യക്തമായി തീരുമാനിക്കുക എന്നതാണ്. എനിക്ക് നല്ല ജോലി വേണം എന്ന ആഗ്രഹമല്ല വേണ്ടത്. എനിക്ക് പ്രതിമാസം 50,000 രൂപ ശമ്പളമുള്ള ജോലി വേണം എന്ന് കൃത്യമായി ആഗ്രഹിക്കണം. പ്രപഞ്ചം കൃത്യമായ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുന്നു. ആളുകൾ ചെയ്യുന്ന സാധാരണ പിഴവുകൾ എന്തൊക്കെയാണ്? വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾ. ഒരേ സമയം പല കാര്യങ്ങളും ചോദിക്കുക. ഇതൊക്കെ എനിക്ക് കിട്ടുമോ എന്ന സംശയം ഉണ്ടാകുക. ഘട്ടം 2. ബിലീവ്, വിശ്വസിക്കുക. പലരും ആസ്ക് വരെ എത്തും, എന്നാൽ ബിലീവ് ഘട്ടത്തിലാണ് മിക്കവരും തകരുന്നത്. ബിലീവ് എന്നാൽ ഇത് ഇതിനകം എനിക്ക് ലഭിച്ചു എന്ന ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കില്ല. വിശ്വാസം എന്തുകൊണ്ടാണ് പലർക്കും ബുദ്ധിമുട്ടാകുന്നത്? പഴയ പരാജയങ്ങൾ, സമൂഹം നൽകിയ നെഗറ്റീവ് പ്രോഗ്രാമിംഗ്, നമുക്കിതൊന്നും പറ്റില്ല എന്ന ചിന്ത. നിങ്ങൾ വിശ്വസിക്കുന്ന പരിധിവരെ മാത്രമാണ് നിങ്ങളുടെ ജീവിതം വളരുക. കുട്ടികളിൽ വിശ്വാസമുണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു കുട്ടി ഞാൻ ജയിക്കും എന്ന് സംശയമില്ലാതെ വിശ്വസിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ വേഗത്തിൽ പഠിക്കുകയും വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മൾ വളരുമ്പോൾ ഭയം, ലജ്ജ, സംശയം ഇവയെല്ലാം നമ്മുടെ വിശ്വാസത്തെ കൊന്നുകളയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നേടിയതുപോലെ മനസ്സിൽ കാണുക.
അതിനോടൊപ്പം വരുന്ന വികാരം അനുഭവിക്കുക. സന്തോഷം, നന്ദി, അഭിമാനം എന്നിവ അനുഭവിക്കുക. വികാരമില്ലാത്ത വിശ്വാസം ശക്തമല്ല. ഘട്ടം 3. റിസീവ്, സ്വീകരിക്കുക. റിസീവ് എന്നത് നന്ദിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കാൻ തയ്യാറാകുക എന്നതാണ്. പലരും ഇവിടെ ഒരു വലിയ പിഴവ് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ വരും? ഇത് എനിക്ക് അർഹമാണോ? ഇത്തരം ചിന്തകൾ നമ്മളിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നു. നന്ദിയുള്ള മനസ്സ് കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനോട് നന്ദി പറയുമ്പോൾ നമ്മുടെ കുറവുകൾ സമൃദ്ധി ആയി മാറുന്നു. റിസീവ് ചെയ്യുന്നത് സ്വാഭാവികമാകും. ആസ്ക്, ബിലീവ്, റിസീവ് ഇത് ഒരു സർക്കിളാണ്. ഇത് ഒരു തവണ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ജീവിതം മുഴുവൻ ഈ ചക്രം തുടരണം. നെഗറ്റീവ് ചിന്തകൾ വരും, അതിൽ തെറ്റില്ല. പക്ഷേ അവയിൽ കുടുങ്ങരുത്. വീണ്ടും പോസിറ്റീവിലേക്ക് തിരികെ വരിക. ഒരു ചെറിയ പോസിറ്റീവ് ചിന്ത പോലും നെഗറ്റീവ് ചിന്തയുടെ ശക്തി കുറയ്ക്കും. അതുകൊണ്ട് വ്യക്തമായി ചോദിക്കുക, സംശയമില്ലാതെ വിശ്വസിക്കുക, നന്ദിയോടെ സ്വീകരിക്കുക. 3. ഹൗ ടു യൂസ് ദ സീക്രട്ട്. രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ? ദ സീക്രട്ട് ഒരു തത്വചിന്താ പുസ്തകമല്ല. ഇത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ട ജീവിത ഉപകരണമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മനസ്സ്. നിങ്ങൾ ചിന്തിക്കുന്നത് വികാരമായി മാറുന്നു. വികാരം പ്രവൃത്തിയായി മാറുന്നു. പ്രവൃത്തി ഫലമായി മാറുന്നു. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കണമെങ്കിൽ മനസ്സിന്റെ ഉപയോഗം പഠിക്കണം. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നേടിയതുപോലെ മനസ്സിൽ വ്യക്തമായി കാണുക. മനസ്സ് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. വിജയികൾ വിഷ്വലൈസേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നു. ഒളിമ്പിക് അത്ലറ്റുകൾ, വലിയ ബിസിനസ് നേതാക്കൾ, അഭിനേതാക്കൾ അവരെല്ലാം വിജയം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ അത് അനുഭവിച്ചവരാണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥ അനുഭവത്തിനോട് സമാനമായ ന്യൂറൽ പ്രതികരണങ്ങൾ ബ്രെയിനിൽ ഉണ്ടാകുന്നു. അതിനാൽ മനസ്സ് ഇതെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യാം? ശാന്തമായ ഒരു സമയം തിരഞ്ഞെടുക്കുക. കണ്ണടച്ച് ലക്ഷ്യം നേടിയതുപോലെ കാണുക, കേൾക്കുക, അനുഭവിക്കുക. അഫർമേഷൻസ്, പോസിറ്റീവ് വാക്യങ്ങൾ. എന്താണ് അഫർമേഷൻസ്? അഫർമേഷൻ എന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അവസ്ഥയെ ഇപ്പോൾ തന്നെ സത്യമെന്ന പോലെ പറയുക എന്നതാണ്. ഉദാഹരണം, ഞാൻ വിജയിയാണ്. എനിക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. സാധാരണ ആളുകൾ ചെയ്യുന്ന പിഴവ്. പലരും അഫർമേഷൻസ് പറയുമ്പോൾ യാന്ത്രികമായി വികാരമില്ലാതെ പറയും. അങ്ങനെ പറഞ്ഞാൽ വലിയ ഫലം ഉണ്ടാകില്ല. ശരിയായ അഫർമേഷൻ ഉപയോഗം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ വികാരത്തോടെ ഇത്തരത്തിൽ ഒരു ചിന്ത ആവർത്തിക്കപ്പെടുമ്പോൾ അത് വിശ്വാസമായി മാറും. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ കുറവുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾ സമൃദ്ധി ചിന്തിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ദിവസേന രാവിലെ അല്ലെങ്കിൽ രാത്രി കുറഞ്ഞത് 5 കാര്യങ്ങൾ നന്ദിപൂർവ്വം എഴുതുക. സാധാരണ കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തുക. ആരോഗ്യം, ഭക്ഷണം, കുടുംബം, അവസരങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്താം. നന്ദി പറയുന്നത് ഇപ്പോഴത്തെ മനസ്സ് മാറ്റുന്നു. അതിലൂടെ ഭാവിയെ മാറ്റുന്നു. നന്ദി പറയുന്നവർക്ക് കൂടുതൽ ലഭിക്കും. ഇത് ഒരു നിയമമാണ്. വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതിൽ ഒന്നെങ്കിലും ദിവസേന ചെയ്താൽ നിങ്ങളുടെ ചിന്തകളുടെ ദിശ മാറും. നിങ്ങൾ ജീവിതം മുഴുവൻ മാറ്റേണ്ടതില്ല. നിങ്ങളുടെ ചിന്തകളുടെ ദിശ മാത്രം മാറ്റിയാൽ മതി. ഒരു ചെറിയ വിഷ്വലൈസേഷൻ, ഒരു നന്ദിവാചകം, ഒരു പോസിറ്റീവ് ചിന്ത ഇവയാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം. നിങ്ങളുടെ മനസ്സ് ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വയം രൂപപ്പെടും. 4. പവർഫുൾ പ്രോസസ്, ശക്തമായ പ്രക്രിയകൾ. വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നിവ നമ്മൾ പഠിച്ചു. 4-ാം അധ്യായം അവയെ ദിവസേന ഉപയോഗിക്കാവുന്ന ശക്തമായ പ്രക്രിയകളാക്കി മാറ്റുന്നു. ചിന്ത, വികാരം, സ്ഥിരത ഇവയെല്ലാം ചേരുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തനത്തിലൂടെ ശക്തമാകുന്നു എന്ന് ഈ അധ്യായം പറയുന്നു. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം. വിഷൻ ബോർഡ് എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ദൃശ്യരൂപമാണ്. അത് ജോലി, വീട്, ആരോഗ്യം, ബന്ധങ്ങൾ, യാത്ര ഇതെല്ലാം ചിത്രങ്ങളായി, വാക്കുകളായി രേഖപ്പെടുത്തുന്നതാണ്. വിഷൻ ബോർഡ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? മനസ്സ് ചിത്രങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്നു. വാക്കുകളേക്കാൾ ദൃശ്യങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നു. വിഷൻ ബോർഡ് കാണുമ്പോൾ ലക്ഷ്യം യാഥാർത്ഥ്യമെന്ന പോലെ തോന്നും.
നമ്മുടെ വിശ്വാസം ശക്തമാകും. വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായി തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കണ്ടെത്തുക. ഒരു ബോർഡിലോ ഡിജിറ്റൽ ഫോർമാറ്റിലോ അത് ക്രമീകരിക്കുക. ദിവസേന പലതവണ നിങ്ങളുടെ വിഷൻ ബോർഡിലേക്ക് നോക്കുക. നോക്കുമ്പോൾ ഇത് എനിക്ക് ഇതിനകം ലഭിച്ചു എന്ന വികാരം ഉണ്ടാകണം. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളുടെ എഴുത്ത് പ്രതിഫലനം ആണിത്. നിങ്ങൾക്കുള്ളതിനെ വിലമതിക്കുമ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുന്ന രീതി: ദിവസേന 5 മുതൽ 10 കാര്യങ്ങൾ വരെ മതി. ആവർത്തനമാകാം, പ്രശ്നമില്ല. ഇത് വികാരത്തോടെ നിങ്ങളുടെ ജേണലിൽ എഴുതുക. ഉദാഹരണം: എനിക്ക് ആരോഗ്യകരമായ ശരീരമുണ്ട്, അതിന് നന്ദി പറയാം. എനിക്ക് പഠിക്കാൻ അവസരമുണ്ട്, അതിന് നന്ദി പറയാം. ഇത്തരം നന്ദി മനസ്സിനെ ശാന്തമാക്കുന്നു, നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുന്നു, പോസിറ്റീവ് ഫ്രീക്വൻസി ഉയർത്തുന്നു. മെന്റൽ റിഹേഴ്സൽ, മാനസിക പരിശീലനം. മെന്റൽ റിഹേഴ്സൽ എന്നത് ഒരു അഭിമുഖം, ഒരു പ്രസംഗം, ഒരു മീറ്റിംഗ്, ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യത്തെ മനസ്സിൽ മുൻകൂട്ടി പരിശീലിക്കുക എന്നതാണ്. ലോകോത്തര അത്ലറ്റുകൾ മത്സരം നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ജയിക്കുന്നതും തങ്ങളുടെ പ്രകടനം മികച്ചതാകുന്നതും മനസ്സിൽ പരിശീലിക്കുന്നു. മനസ്സ് ഇത് ഞാൻ ഇതിനകം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കും. മെന്റൽ റിഹേഴ്സൽ എങ്ങനെ ചെയ്യാം? ശാന്തമായി ഇരിക്കുക. സംഭവിക്കുന്നതെല്ലാം മനസ്സിൽ കാണുക. ആത്മവിശ്വാസം അനുഭവിക്കുക. വിജയം ആസ്വദിക്കുക. ഗീവ് ടു റിസീവ്. കൊടുക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. സ്നേഹം കൊടുക്കുക, സ്നേഹം ലഭിക്കും. സഹായം കൊടുക്കുക, അവസരം ലഭിക്കും. നന്ദി കൊടുക്കുക, സമൃദ്ധി ലഭിക്കും. കൊടുക്കുമ്പോൾ പ്രതീക്ഷ വെക്കരുത്. ഇത് കൊടുത്താൽ എനിക്ക് അത് കിട്ടണം എന്ന ചിന്ത ലോ ഓഫ് അട്രാക്ഷനെ ദുർബലമാക്കും. കൊടുക്കുക, വിട്ടുകളയുക, സ്വീകരിക്കുക. ഈ പ്രക്രിയകൾ ഒരു ദിവസം ചെയ്താൽ മതി എന്നതല്ല കാര്യം. ദിവസേന ചെറിയ അളവിൽ ചെയ്താൽ മതി. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ആളുകൾ ചെയ്യുന്ന പിഴവുകൾ: കുറച്ചു ദിവസം ചെയ്തിട്ട് നിർത്തിപ്പോകുന്നു, ഫലം കാണാത്തതിൽ നിരാശപ്പെടുന്നു, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ താരതമ്യം ചെയ്യില്ല. അത് പ്രതികരിക്കും, ചിലപ്പോൾ സമയമെടുത്തേക്കാം. പക്ഷേ നിങ്ങൾ ശരിയായ പ്രക്രിയയിൽ തുടർന്നാൽ ഫലം വരാതിരിക്കില്ല. വൈകാം, പക്ഷേ നിഷേധിക്കപ്പെടില്ല. ചിന്തയെ ശീലമാക്കി മാറ്റുമ്പോൾ ജീവിതം സ്വയം മാറും. 5. ദ സീക്രട്ട് ടു മണി. പണത്തിനുള്ള രഹസ്യം. പലരും കരുതുന്നത് പണം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാകൂ എന്നാണ്. ദ സീക്രട്ട് പറയുന്നത് അതിന്റെ വിപരീതമാണ്. സമൃദ്ധിയുടെ ചിന്ത ഉണ്ടെങ്കിൽ പണം സ്വയം വരും. പണം ഒരു പ്രശ്നമല്ല, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയാണ് പ്രശ്നം. നമ്മളിൽ പലരും ബാല്യകാലം മുതൽ കേൾക്കുന്ന വാക്യങ്ങൾ ഇതൊക്കെയാകും: പണം ഉണ്ടാക്കുന്നത് പ്രയാസമാണ്, പണമുണ്ടായാൽ മാത്രം പോരാ, സമ്പന്നർ ചീത്ത ആളുകളാണ്. ഈ വാക്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് സൃഷ്ടിക്കുന്നു. നെഗറ്റീവ് വിശ്വാസങ്ങളുടെ ഫലം എന്താണ്? എത്ര ശ്രമിച്ചാലും പണം നിലനിൽക്കില്ല. അവസരങ്ങൾ വന്നാലും നഷ്ടപ്പെടും. പണത്തെക്കുറിച്ച് ഭയമുണ്ടാകും. ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ കൃത്യമായി പ്രവർത്തിക്കും. സമൃദ്ധി ചിന്ത, അബുണ്ടൻസ് മൈൻഡ് സെറ്റ്. പണം ലോകത്ത് ധാരാളമുണ്ട്, അതിൽ എനിക്കും അവകാശമുണ്ട്. ഇത് അഹങ്കാരമല്ല, ഇത് സ്വയം മൂല്യബോധമാണ്. പണം നിങ്ങളെ അനുഗമിക്കുന്നു. നിങ്ങൾ പണത്തെ പിന്തുടരുമ്പോൾ പണം നിങ്ങളിൽ നിന്ന് അകന്നു പോയേക്കാം. പക്ഷേ നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണം നിങ്ങളെ പിന്തുടരും. വിഷ്വലൈസേഷൻ ആൻഡ് മണി. പണം വിഷ്വലൈസ് ചെയ്യുമ്പോൾ പണം എണ്ണുന്നത്, ബാങ്ക് ബാലൻസ് കാണുന്നത്, കടങ്ങളില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നത്, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ കുറവുകളല്ല, സമൃദ്ധിയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ചെലവഴിക്കുമ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമാകും. പേടിയോടെ ചെലവഴിക്കരുത്, കുറ്റബോധത്തോടെ ചെലവഴിക്കരുത്. പകരം ഇത് എനിക്ക് ലഭിച്ച സമൃദ്ധിയുടെ ഭാഗമാണ് എന്ന് മനസ്സിൽ പറയുക. പലരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് പണം ഉടനെ വരാത്തത്? നിങ്ങളുടെ പഴയ വിശ്വാസങ്ങൾ മാറാൻ സമയമെടുക്കും. നിങ്ങൾ സ്ഥിരമായി പോസിറ്റീവ് ചിന്ത, നന്ദി, വിഷ്വലൈസേഷൻ ഇതെല്ലാം ചെയ്താൽ എല്ലാ തടസ്സങ്ങളും ഒടുവിൽ മാറും. പണം നിങ്ങളെ പരീക്ഷിക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് പണത്തോടുള്ള നിങ്ങളുടെ ബന്ധം തീരുമാനിക്കുന്നത്. പണം നല്ലതോ ചീത്തയോ അല്ല, അത് ഒരു ഉപകരണം മാത്രമാണ്. അത് നിങ്ങളുടെ ചിന്തയുടെ പ്രതിഫലനം മാത്രമാണ്. പണത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുക, അത് നിങ്ങളെയും സ്നേഹത്തോടെ തേടി വരും. 6. ദ സീക്രട്ട് ടു റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ രഹസ്യം. ബന്ധങ്ങളെക്കുറിച്ച് ആളുകൾ സാധാരണ പറയുന്നത് മറ്റുള്ളവർ മാറിയാൽ എന്റെ ജീവിതം ശരിയാകും എന്നാണ്. ദ സീക്രട്ട് ഇതിന് പൂർണ്ണ വിരുദ്ധമായ സത്യം പറയുന്നു.
നിങ്ങൾ മാറുമ്പോൾ ബന്ധങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾ നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. ബന്ധങ്ങൾ ഒരു കണ്ണാടിയാണ്. മറ്റുള്ളവരിൽ നിങ്ങൾ കാണുന്നത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയാണ്. നിരന്തരം വിമർശിക്കുന്നവരെ നിങ്ങൾ ആകർഷിക്കുന്നു എങ്കിൽ നിങ്ങളിൽ തന്നെ ആത്മവിമർശനം ഉണ്ടാകാം. സ്നേഹമുള്ള ആളുകൾ നിങ്ങളെ തേടി വരികയാണെങ്കിൽ നിങ്ങളിൽ സ്നേഹം ശക്തമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ സ്വയം മൂല്യബോധം ഇവയെ അടിസ്ഥാനമാക്കിയാണ്. ബന്ധങ്ങൾ തകരാനുള്ള പ്രധാന കാരണം പരാതിപ്പെടൽ, കുറ്റപ്പെടുത്തൽ, പഴയ വേദനകൾ ഓർക്കൽ എന്നിവയാണ്. സെൽഫ് ലവ് എന്തുകൊണ്ട് പ്രധാനമാണ്? നിങ്ങൾ സ്വയം സ്നേഹിക്കാതെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. സെൽഫ് ലവ് എന്നാൽ അഹങ്കാരമല്ല, സ്വാർത്ഥതയല്ല, സ്വയം മൂല്യബോധമാണ്. സ്വയം സ്നേഹം എങ്ങനെ വളർത്താം? നിങ്ങളുടെ നല്ല ഗുണങ്ങൾ അംഗീകരിക്കുക, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുക, സ്വയം അപമാനിക്കുന്ന ചിന്തകൾ നിർത്തുക. നിങ്ങൾ സ്വയം ആദരിക്കുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ആദരിക്കും. പല ബന്ധങ്ങളും തകരുന്നത് പഴയ വേദനകൾ വിട്ടുകളയാത്തതിനാൽ, ക്ഷമിക്കാത്തതിനാൽ ഒക്കെയാകാം. ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്കുള്ള സമ്മാനമല്ല, അത് നിങ്ങൾക്ക് തന്നെയുള്ള മോചനമാണ്. ക്ഷമിക്കുമ്പോൾ നെഗറ്റീവ് ഊർജം വിട്ടുപോകുന്നു, പുതിയ ബന്ധങ്ങൾക്ക് ഇടം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വേണ്ടത് ആദ്യം കൊടുക്കുക. സ്നേഹം വേണമെങ്കിൽ സ്നേഹം കൊടുക്കുക. ആദരം വേണമെങ്കിൽ ആദരം കൊടുക്കുക. ശ്രദ്ധ വേണമെങ്കിൽ ശ്രദ്ധ നൽകുക. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കുക. ഓരോ ബന്ധവും ഒരു പാഠമാണ്, ഒരു കണ്ണാടിയാണ്, ഒരു വളർച്ച അവസരമാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാറുമ്പോൾ പുറത്തെ ബന്ധങ്ങൾ സ്വയം മാറും. 7. ദ സീക്രട്ട് ടു ഹെൽത്ത്. ആരോഗ്യത്തിന്റെ രഹസ്യം. പലരും ആരോഗ്യം എന്നത് ഡോക്ടർ, മരുന്ന്, ചികിത്സ എന്നിവയിലേക്ക് മാത്രം ചുരുക്കുന്നു. ദ സീക്രട്ട് ഒരു ആഴത്തിലുള്ള സത്യം പറയുന്നു. ശരീരം മനസ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതാണ്. ആരോഗ്യവും രോഗവും മനസ്സിന്റെ പ്രതികരണങ്ങളാണ്. മനസ്സ് വിശ്വസിക്കുന്നതിനെ ശരീരം നടപ്പാക്കുന്നു. ഭയം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. സമ്മർദ്ദം രോഗങ്ങളിലേക്ക് നയിക്കാം. വിശ്വാസം ശാന്തതയുണ്ടാക്കുന്നു. ശാന്തത ആരോഗ്യത്തിലേക്ക് നയിക്കാം. ഇത് യാദൃച്ഛികമല്ല. നിങ്ങൾ രോഗത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അതിനെ നിങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. രോഗലക്ഷണങ്ങൾ നിരന്തരം സംസാരിക്കൽ, ഭയം നിറഞ്ഞ വാർത്തകൾ കേൾക്കൽ, എനിക്ക് ഈ അസുഖം മാറില്ല എന്ന ചിന്ത, ഇതെല്ലാം നമ്മുടെ രോഗാവസ്ഥ കൂടുതൽ മോശമാക്കും. വെൽനെസ് മൈൻഡ്സെറ്റ് എന്നാൽ എന്താണ്? എന്റെ ശരീരം സുഖം പ്രാപിക്കാൻ കഴിവുള്ളതാണ്. ഇത് മരുന്നുകൾ നിരസിക്കണം എന്ന് അർത്ഥമാക്കുന്നില്ല. പകരം മനസ്സിന്റെ സഹകരണം ആവശ്യപ്പെടുകയാണ്. ശരീരം നിങ്ങളുടെ സുഹൃത്താണ്. ശരീരം നിങ്ങളെ ദ്രോഹിക്കുന്നില്ല, അത് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. വേദന എന്നാൽ മുന്നറിയിപ്പാണ്. ക്ഷീണം എന്നാൽ വിശ്രമിക്കാനുള്ള അഭ്യർത്ഥനയാണ്. ശരീരത്തോട് യുദ്ധം ചെയ്യരുത്. ആരോഗ്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം സുഖം പ്രാപിക്കുന്നതായി കാണുക. കോശങ്ങൾ ശക്തമാകുന്നതായി കാണുക. സ്വയം ഊർജത്തോടെ നടക്കുന്നതായി അനുഭവിക്കുക. വിഷ്വലൈസേഷൻ ശരീരത്തെ സുഖം പ്രാപിക്കാൻ പ്രേരിപ്പിക്കുന്നു. മരുന്നുകൾ ഏറ്റവും അത്യാവശ്യമാണ്. ഡോക്ടർമാർ ഏറ്റവും പ്രധാനമാണ്. എന്നാൽ നമ്മുടെ മനസ്സുകൂടി സഹായിക്കാതെ പൂർണ്ണ സുഖം സാധ്യമല്ല. നെഗറ്റീവ് വികാരങ്ങൾ, കോപം, കുറ്റബോധം, ദുഃഖം ഇതെല്ലാം ദീർഘകാലം നിലനിൽക്കുമ്പോൾ ശരീരത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ക്ഷമിക്കാത്ത മനസ്സ് ശരീരത്തിൽ ഭാരമാകും. നമ്മുടെ സുഖം വൈകും. ശരീരം സ്വയം സുഖം പ്രാപിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. തടസ്സമുണ്ടാക്കുന്നത് മനസ്സാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ വിശ്വസ്ത കൂട്ടാളിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, വിശ്വസിക്കുക, സഹകരിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരവും സുഖം പ്രാപിക്കും. 8. ദ സീക്രട്ട് ടു വേൾഡ്. ലോകത്തിന്റെ രഹസ്യം. പലരും കരുതുന്നത് ലോകമാണ് എന്നെ ബാധിക്കുന്നത് എന്നാണ്. ദ സീക്രട്ട് ഇതിനെ പൂർണ്ണമായി തിരുത്തുന്നു. ലോകം നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ അനുഭവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നത്. ഈ അധ്യായം വ്യക്തിയെ ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ആന്തരിക ശക്തിയിലേക്ക് കൊണ്ടുവരുന്നു. ലോകം ഒരു കണ്ണാടിയാണ്. നിങ്ങൾ ഉള്ളിൽ സമാധാനത്തിലാണെങ്കിൽ ലോകം ശാന്തമെന്ന് തോന്നും. നിങ്ങൾ ഉള്ളിൽ അശാന്തനാണെങ്കിൽ ലോകം ക്രൂരമെന്ന് തോന്നും. ലോകം മാറുന്നില്ല, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് മാറുന്നത്. നിങ്ങളുടെ ബോധ നിലവാരമാണ് നിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം നിർണയിക്കുന്നത്. ഭയം നിറഞ്ഞ ബോധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഭയമുള്ള ലോകമാണ് നിങ്ങൾ കാണുക.
നന്ദിയുള്ള ബോധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സമൃദ്ധമായ ലോകമാണ് നിങ്ങൾ കാണുക. നിങ്ങൾ കാണുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ലോകം. നിരന്തരം നെഗറ്റീവ് വാർത്തകൾ, ക്രൈം, ദുരന്തങ്ങൾ, ഭയം ഇവയിൽ മുങ്ങുമ്പോൾ മനസ്സ് ലോകത്തെ അപായകരം എന്ന് പ്രോഗ്രാം ചെയ്യും. ലോകത്ത് ദുഃഖമില്ല എന്ന് പറയുന്നില്ല, അനീതികൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ഊർജം അവിടെയായിരിക്കും. സമാധാനം എന്നാൽ സാഹചര്യങ്ങളുടെ ഫലമല്ല, അത് ഒരു തിരഞ്ഞെടുപ്പാണ്. എല്ലാം ശരിയായിരിക്കുമ്പോൾ മാത്രം സമാധാനം എന്നത് ഒരു മിഥ്യയാണ്. ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ പുറത്തെ കൊടുങ്കാറ്റുകളും താങ്ങാനാകും. വ്യക്തി മാറുമ്പോൾ സമൂഹം മാറുന്നു. ലോകം വലിയതായി തോന്നാം, പക്ഷേ മാറ്റം എപ്പോഴും ഒരാളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു പോസിറ്റീവ് ചിന്ത, ഒരു നന്ദി പ്രവൃത്തി, ഒരു കരുണയുള്ള പ്രവൃത്തി ഇവ ലോകത്തെ അല്പം മാറ്റും. നിങ്ങൾ ലോകത്തിന് എന്താണ് നൽകുന്നത്? ഭയം, പ്രതീക്ഷ, കോപം, സ്നേഹം? നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. ലോകം മോശമാണ് എന്നത് നമ്മുടെ നിസ്സഹായതയാണ്. എനിക്കെന്റെ പ്രതികരണം നിയന്ത്രിക്കാം എന്നത് നമ്മുടെ ശക്തിയാണ്. അതുകൊണ്ട് ലോകത്തെ വ്യത്യസ്തമായി കാണുക. ലോകം നിങ്ങളോട് ചെയ്യുന്നതല്ല പ്രധാനം, നിങ്ങൾ ലോകത്തോട് എന്തു ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രതീക്ഷ നൽകുന്നവനാകുക, പ്രചോദനമാകുക, സമാധാനത്തിന്റെ ഉറവിടമാകുക. നിങ്ങൾ ലോകത്തിന്റെ ഇരയല്ല, നിങ്ങൾ ലോകത്തിന്റെ സ്രഷ്ടാവാണ്. ലോകം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറണം. 9. ദ സീക്രട്ട് ടു യു. നിങ്ങളിലെ രഹസ്യം. പുസ്തകം മുഴുവൻ പഠിപ്പിച്ചതെല്ലാം ഒരു ചോദ്യത്തിലേക്ക് എത്തുന്നു: നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? ഈ അധ്യായം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേരല്ല, നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളല്ല, നിങ്ങൾ അതിരുകളില്ലാത്ത ഒരു സാധ്യതയാണ്. നിങ്ങൾ ചിന്തകളല്ല, നിങ്ങൾ ചിന്തകളെ നിരീക്ഷിക്കുന്ന ബോധമാണ്. ചിന്തകൾ വരും പോകും, പക്ഷേ അവയെ കാണുന്ന നിങ്ങൾ മാറുന്നില്ല. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് ജീവിതം രൂപപ്പെടുത്തുവാൻ കഴിയും, സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയും, നിങ്ങളുടെ പരിധികൾ തകർക്കാൻ കഴിയും. പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയണം. പലർക്കും തടസ്സമാകുന്നത് എനിക്ക് പറ്റില്ല, എനിക്ക് അർഹതയില്ല, ഇതെന്റെ വിധിയല്ല എന്ന ചിന്തകളാണ്. ഈ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ആരാണ് നൽകിയത്? നിങ്ങൾ അവയെ സ്വീകരിച്ചതാണ് പ്രശ്നം. വിശ്വാസങ്ങൾ മാറ്റുമ്പോൾ ജീവിതം മാറും. സ്വയം അറിയുന്നവനെ പുറത്തെ ലോകം ഭയപ്പെടുത്തില്ല. നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ലക്ഷ്യം ഇവയെല്ലാം തിരിച്ചറിയുക. ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ ശക്തിയുള്ളത്. കഴിഞ്ഞതെല്ലാം ഓർമ്മ മാത്രമാണ്. ഭാവി എന്നാൽ സങ്കല്പം മാത്രമാണ്. ഇപ്പോൾ ഈ നിമിഷമാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നിമിഷത്തിൽ നിങ്ങൾക്കെല്ലാം മാറ്റാം. സന്തോഷം എന്നത് ഒരു അവസ്ഥയല്ല, സന്തോഷം ലക്ഷ്യമല്ല, അത് ഒരു തീരുമാനമാണ്. ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും എന്നതിന് പകരം ഞാനിപ്പോൾ സന്തോഷം തിരഞ്ഞെടുക്കുന്നു എന്ന് ചിന്തിക്കുക. ജീവിതത്തെ വിശ്വസിക്കുക. ജീവിതം നിങ്ങളെ എതിർക്കുന്നില്ല, അത് നിങ്ങളെ വളർത്തുകയാണ്. പ്രശ്നങ്ങൾ ശിക്ഷയല്ല, പാഠങ്ങളാണ്. നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറും. നിങ്ങളുടെ യഥാർത്ഥ ജോലി സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല, സമൂഹത്തിന്റെ അംഗീകാരം നേടാനല്ല, ഭയം കൊണ്ട് ജീവിക്കാനല്ല. സ്വയം സത്യസന്ധമായി ജീവിക്കുക. നിങ്ങൾ ചെറിയവനല്ല, നിങ്ങൾക്ക് കുറവൊന്നുമില്ല, നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ സ്വയം തിരിച്ചറിയുമ്പോൾ ജീവിതം നിങ്ങളെ പിന്തുടരും. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങളുടെ ചിന്തകൾ മാറ്റൂ, നിങ്ങളുടെ വികാരങ്ങൾ മാറ്റൂ, നിങ്ങളുടെ ജീവിതം മാറും. ഇത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ പുസ്തകം അടയ്ക്കാം, പക്ഷേ ചിന്തയുടെ ദിശ ഇനി പഴയതാവില്ല. നിങ്ങളുടെ ചിന്തകൾ ശക്തിയാണ്, നിങ്ങളുടെ വികാരങ്ങൾ ദിശയാണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ പരിധിയാണ്. ഇവയെല്ലാം മാറുമ്പോൾ ജീവിതം മാറും. പുസ്തകം അവസാനിക്കുന്നത് സന്തുഷ്ടമായ ജീവിതത്തിലേക്കുള്ള ഒരു വാതിലിന്റെ മുന്നിലാണ്. ആ വാതിൽ അടഞ്ഞിട്ടില്ല, പൂട്ടിയിട്ടില്ല. അതിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്.